എന്താണെന്നറിയോ, നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ ഇനി അങ്ങോട്ട് പേര് നാറാനില്ല. അവർ പറയും ഞങ്ങളതിന് യൂണിഫോമിലല്ലല്ലോ, പക്ഷെ പോലീസ് വണ്ടിയിലല്ലേ വരിക. അപ്പം നമ്മൾ വരുമ്പോൾ ആരെയോ കാണുന്ന പോലെ ആൾക്കാരൊക്കെ നോക്കിക്ക. അതിന് 2 ദിവസം മുന്നേ എന്നെ ഒരു വണ്ടിയിൽ വിളിച്ചിട്ടുണ്ട്, പോലീസ് ജീപ്പിൽ വിളിച്ചിട്ട് പോയിട്ട്, നീ എവിടെ കളിക്കാൻ പോലെ സർവ്വടിയാ പോലെ അവിടുത്തെ വണ്ടി നിർത്തും, എന്നിട്ട് ചൂണ്ടിക്കാണിക്കുക എവിടെയാണ് കളിസ്ഥലം എന്നുള്ളത്. എന്നിട്ട് അത് 2 ആൾക്കാർ വീഡിയോ പിടിക്കുക. അപ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാരെ പോകുമ്പോൾ നമ്മൾ നോക്കി പോരോ. എന്നോടല്ലടാ പറഞ്ഞത്, ഇങ്ങോട്ട് നോക്ക് കാണിച്ചിട്ടുണ്ട് സ്ഥലം. അപ്പോൾ ആ ആളുകളുടെ അവസ്ഥയിലൊന്നും ചിന്തിച്ച് നോക്കി, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങൾ ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ ഏത് ബേക്കറിയിലാണ് പോയത്? ഈ ബേക്കറിലാണ് പോയത്. ഇവിടെ തല പുറത്തേ ഇടാ, ഒരു പോലീസിൽ തല പുറത്തേ ഇടുക, 2 ആൾക്കാർ മാറി നമ്മൾ വീഡിയോ പിടിക്കുക. ആക്കേണ്ടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ക്രൈംബ്രാഞ്ച് ചെയ്ത പണിയാണ്. അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? സാർ അങ്ങനെ ചെയ്താൽ സാർ നിങ്ങൾ അവസ്ഥ ചിന്തിച്ച് നോക്കി. നിങ്ങൾ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു പോലീസ് ജീപ്പിൻ്റെ അന്ന് തല പുറത്തേക്ക് ഇട്ട് കാണിച്ച സ്ഥലം എടുക്ക്, ഒരു വീഡിയോ പിടിക്കുക. നമ്മൾ അവർ ഉദ്യോഗസ്ഥർ മാറി നിന്ന് വീഡിയോ പിടിക്കുക നമ്മളെ. അപ്പോൾ ആളുകളൊക്കെ നമ്മൾ നോക്കുക, നമ്മളെന്തോ MDMA വിൽക്കുന്ന ആളുകളോ കഞ്ചാവ് വിൽക്കുന്ന ആളുകളോ കള്ളനോ ഒറ്റ ആണല്ലോ. ഇവിടെ ജനങ്ങൾക്ക് അറിയില്ലല്ലോ എന്താ കാര്യം എന്നുള്ളത്. ജനങ്ങളോട് ഒന്ന് ലോഹ്യം പറഞ്ഞു പോയാൽ പറയുന്നതിന് നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ടല്ലോ. ഞാൻ ഒരാളെ വിഷ് ചെയ്തു ഇങ്ങനെ എന്നത്. അപ്പോൾ എനിക്ക് അയാളെ മുന്നിൽ കേൾക്കാതെ ചീത്ത ഇടില്ല. ഈ 7-ാം തീയതി അവസാനം നിങ്ങൾ ചോദ്യം ചെയ്ത സമയത്ത് നിങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ശ്രമം അവരുടെ ഭാഗത്ത് നടക്കുന്ന ഒരു തോന്നൽ എന്തുണ്ടായിരുന്നു? കൊടുക്കുക എന്നുള്ള സാർ ഇത് വല്ലാതെ എന്താ മനസ്സ് ഇതിനങ്ങോട്ട് ഭ്രാന്താകാത്തൊരവസ്ഥ അല്ലല്ലോ. ഒരു ഭ്രാന്തനാണ് ഇതിൽ. നമ്മൾ ഇയാൾ തിരിച്ചു വരുമ്പം ശരിക്കും ഒരു മനുഷ്യനല്ല, ഒരു ഭ്രാന്തനാണ്. അതേ ഞങ്ങൾക്ക് അറിയില്ല, എന്താ വലിയ വ്യക്തി കളിക്കുന്നതോ അറിയില്ല. എനിക്ക് അന്നും ഇന്നും ഒരു ചോദ്യം ബാക്കി കിടക്കുന്നത് ഞാൻ ക്രൈംബ്രാഞ്ചിൽ പറഞ്ഞു. അത് അവർക്ക് വിലയില്ല, ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഞാൻ ചോദിച്ച ചോദ്യം പറഞ്ഞാൽ ഒരാളെ കാണാതെയാകുന്നു. നിങ്ങളൊരു പത്രപ്രവർത്തകരല്ലേ, ഒരാളെ കാണാതെയാകുന്നു. കാണാതെയായിട്ട് അയാൾ 2 മണിക്ക് ഞങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്, 2 ആൾക്കാരെ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. 4 മണി നമ്മൾ പരാതി കൊടുക്കുന്നു അയാൾ കാണുന്നില്ല എന്ന്. അല്ലെങ്കിൽ ഇയാൾക്ക് ഒരു വീടുള്ള 2 വീടുള്ള ആളല്ല. അപ്പോൾ അതിലെന്തൊരു ദുരൂഹത തോന്നുന്നില്ലേ? സാധാരണ തോന്നുമല്ലയോ? ഇന്ന സത്യത്തിൽ 2 ദിവസം കാണാതെയായി എന്താ ഒരാൾ പറയുന്നു അവനെ കണ്ടു എന്നുള്ളത്. അന്ന് പരാതി കൊടുക്കില്ല, കൊടുക്കാൻ സാധ്യതയില്ല. അന്ന് തന്നെ പരാതി കൊടുക്കുന്നു. 1. രണ്ടാമതൊരു കാര്യം പറഞ്ഞാൽ ഈ മാമി അവസാനമായിട്ട് ഒരു ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അർജൻറ്റായിട്ട് ആരോ വിളിക്കണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മാമിക്ക് അറിയില്ലേ, ഈ വിളിച്ച ആൾക്കും അറിയാം, ആ മെസ്സേജ് അയച്ച ആൾക്കും ഈ കാര്യം അറിയില്ലേ? അറിയേണ്ടതല്ലേ? നമ്മുടെ കാര്യം സാറിന് മെസ്സേജ് ഉണ്ടാവില്ല. അതായത് ഞാൻ എന്നിപ്പോൾ കാണാതെയാവുന്നു, ഞാൻ പറയുന്നു ഒരാൾക്കൊരു മെസ്സേജ് അയക്കുന്നു, എൻ്റെ ഭാര്യയ്ക്ക് ഉടനടി ഇന്നാളെ വിളിക്കണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നെ കാണാതെ ആൾ ഈ ഭാര്യയ്ക്കും അറിയാം, ഈ ഭാര്യയോട് ആരെയാണോ വിളിക്കാൻ പറഞ്ഞത് ഓർക്കും അറിയാമെന്നുള്ളതാണ്. അത് പോലീസ് പറഞ്ഞിട്ടായിരുന്നു. ആ മെസ്സേജൊക്കെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അൻവർ എനിക്കറിയാം. അൻവറിന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രാവശ്യം എന്നെ ഫോൺ ചെയ്തിട്ടുള്ളൂ. അൻവർ ഞാനായിട്ട് ബന്ധമൊന്നുമില്ല. കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ഗൾഫിലാണുള്ളത്. ഞാൻ കണ്ടിട്ടില്ല. ഈ അൻവർ തന്നെ ഈ അൻവറിന്റെ ആണോന്നല്ല എനിക്ക് അറിയില്ല കേട്ടോ. സുഹൃത്ത് അൻവറുണ്ട്. അല്ല ഹൈദരാബാദിലെ ഭാര്യയ്ക്ക് അയച്ചു. അവരെ ഞാനൊരു കൺസേൺ ഇല്ല. ആള് ഇന്ത്യയാന്ന് തോന്നുന്നു, എനിക്ക് കൺസേൺ അറിയില്ല.